ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ട്രിപ്പിംഗ് നബാട്ടി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് അരുണിമ. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, എൻ്റെ ഡേ ടു ഡേ ലൈഫിലുള്ള കാര്യങ്ങൾ, സിനിമ റിവ്യൂസ്, ഇതൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സാധാരണ പോലെ മൂവി റിവ്യൂസ് ആയിട്ടല്ല. ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു പുസ്തകം പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, എനിക്ക് സിനിമയുടെ കാര്യത്തിൽ വരുമ്പോൾ എത്രത്തോളം ഇഷ്ടമാണ് ക്രൈം ത്രില്ലേഴ്സ് എന്നുള്ളത്. എന്തുകൊണ്ട് ക്രൈം ത്രില്ലേഴ്സ് എന്ന് പറയുമ്പോൾ അല്ലേ, ഒരു സിനിമ നമ്മൾ തുടങ്ങിയത് മുതൽ അത് അവസാനിക്കുന്നത് വരെ അതുണ്ടാക്കുന്ന ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ക്രൈം ത്രില്ലേഴ്സ് ഇഷ്ടപ്പെടാനും അവസാനം ആ കുറ്റാന്വേഷണകൻ അല്ലെങ്കിൽ കുറ്റാന്വേഷണം നടത്തുന്ന ആള് എത്തുന്ന ആ ഒരു മാനസിക നിലയൊക്കെ കാണുന്ന സമയത്ത് എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൗതുകരമായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്ന ബുക്കും അത്തരത്തിലുള്ള ഒരു ക്രൈം ത്രില്ലർ നോവലാണ്. അപ്പോൾ പുസ്തകം മറ്റേതുമല്ല, വിഷ്ണുലാൽ സുധ രചിച്ചിട്ടുള്ള അദൃശ്യ മുറിവുകൾ എന്നുള്ള പുസ്തകമാണ്. എനിക്കറിയില്ല എത്ര പേര് ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് എന്നുള്ളത്. നിങ്ങൾ ക്രൈം ത്രില്ലേഴ്സ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രസകരമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വായനാനുഭവം നൽകുന്ന ഒരു പുസ്തകമാണ് അദൃശ്യ മുറിവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വെറും ഒരു ക്രൈം ത്രില്ലർ എന്നുള്ള ലെവലിൽ മാത്രമല്ല കേട്ടോ ഈ പുസ്തകം എനിക്ക് ഫീൽ ചെയ്തത്. ഇതിൽ കുറേ തരത്തിലുള്ള പുരാണങ്ങളുമായിട്ട് കുറച്ച് കണക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു നാടിൻ്റെ ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ ചരിത്രവും പുരാണവും അതേപോലെ കുറച്ച് മിസ്റ്ററിയും ഒക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നിയത്. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. നിങ്ങൾക്കറിയാലേ, നമ്മൾ ഈ ഡിറ്റക്റ്റീവ് ടൈപ്പ് സ്റ്റോറി അല്ലെങ്കിൽ ഈ പറയുന്ന കുറ്റാന്വേഷണ രംഗത്ത് മലയാളത്തിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വിഭാഗം അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള ഒരു രംഗം തന്നെയുണ്ട്. അപ്പോൾ ഈ അപസർപ്പക നോവലുകൾ എന്നാണ് പൊതുവെ പറയാറ്. അപ്പോൾ അത്തരമുള്ള ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഈ ഒരു നോവലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഈ ഒരു ഫ്യൂഷനും അതേപോലെ തന്നെ ഫിക്ഷനും ഒക്കെയുള്ള ഒരു ബ്ലെൻഡ് ഉണ്ടല്ലോ, അതാണ് എനിക്ക് പൊതുവെ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നന്ദകുമാർ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു നോവലിൽ പ്രതിപാദിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ വായന എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള അനുഭവമാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള നോവലുകൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം എന്താ പറയുക, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭവം നൽകുന്ന ഒരു പുസ്തകമാണ്. 320 രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. വിഷ്ണുലാൽ സുധ എന്ന് പറയുന്ന റൈറ്ററാണ് ഇതിന് പിന്നിലുള്ളത്. സോ നിങ്ങൾ ഇത്തരത്തിലുള്ള ക്രൈം ത്രില്ലേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ ഇതാണ് ആ പുസ്തകം. നല്ല നല്ല കവറൊക്കെയാണ്. എനിക്ക് ഇതിൻ്റെ ഒരു തീം ഈ ഒരു കവർ പേജിൽ ഉൾക്കൊള്ളിച്ച പോലെയൊക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ നിങ്ങൾക്ക് വായിക്കാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എൻ്റെ ബൈ.